ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു മണി മേക്കിംഗ് ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. കൂടുതൽ പൈസയൊന്നും ഉണ്ടാക്കാൻ സാധിക്കത്തില്ല, എന്നാലും ചെറിയ എമൗണ്ടൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇതിൽ ആവശ്യമായിട്ടുള്ള കാര്യം, നിങ്ങളുടെ കയ്യിൽ ഒന്നിലധികം മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം. അതായത് ഇന്ത്യൻ നമ്പർ തന്നെ വേണം, എന്നാൽ മാത്രമേ നമുക്ക് വെരിഫൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്യുന്നതായിരിക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആപ്ലിക്കേഷൻ്റെ റെഫർ ലിങ്ക് എടുക്കുന്നു. റെഫർ ലിങ്ക് കൊണ്ട് മറ്റുള്ള ആപ്ലിക്കേഷനുകൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തു പോകുന്നു. അത് തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട് മനസ്സിലാക്കുക. ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ലാംഗ്വേജ് ഇവിടെ സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു. അതിനുശേഷം അപ്ഡേറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശേഷം താഴെ കാണുന്ന ഫൈൻഡ് മാച്ചിങ് ജോബ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് ഈ ഒരു അക്കൗണ്ട് വെരിഫൈ ചെയ്യണം. ഇന്ത്യൻ നമ്പർ കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ ഒരു അക്കൗണ്ട് വെരിഫൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നമ്പർ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ ഒരു OTP നമ്മളിവിടെ എൻ്റർ ചെയ്യുക. എനിക്കിവിടെ OTP വന്നിട്ടുണ്ട്. ആ ഒരു OTP ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഇവിടെ അലോ കൊടുക്കുക. ആദ്യം തന്നെ മെയിൽ ഫീമെയിൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. രണ്ടാമതായിട്ട് കാണാൻ സാധിക്കും ഡു യു ഹാവ് എനി വർക്ക് എക്സ്പീരിയൻസ്. അവിടെ നിങ്ങൾക്ക് യെസ് കൊടുക്കാം, അല്ലെങ്കിൽ നോ കൊടുക്കാം. ഞാനിവിടെ നോ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ കാണുന്ന ഈ ഒരു ബോക്സിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സെയിൽസ്, അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്കവിടെ സെയിൽസ് അടിക്കുന്ന സമയത്ത് ഇവിടെ പല ജോബ് കാറ്റഗറീസും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ഭാഗത്ത് നിങ്ങളൊന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം താഴെയായിട്ട് നമുക്ക് മറ്റൊരു ഓപ്ഷൻ കൂടി കൊടുക്കാനുണ്ട്. ഇവിടെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്താൽ മതി. അതിനുശേഷം ഇവിടെ കാണുന്ന കണ്ടിന്യൂ ബട്ടൺ അമർത്തുക. ഇവിടെ നമുക്ക് 2 ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാനുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു 2 ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെയായിട്ട് കാണുന്ന ഡൺ എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യുക. പിന്നീട് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ് ഇതുപോലെയാണ് കാണാൻ സാധിക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് താഴെയായിട്ട് 4-മതായിട്ട് ഏൺ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇവിടെയാണ് നിങ്ങൾക്ക് റെഫറൽ ഏൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളത്. ആദ്യത്തെ ഓപ്ഷൻ തന്നെ കാണാം, വിൻ അപ് ടു 100. ഒരാളെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന സ്ക്രാച്ച് കാർഡ് അൺലോക്ക് ആവുന്നതായിരിക്കും. അതിൻ്റെ അകത്ത് നമുക്ക് 100 രൂപക്കുള്ളിൽ ഏതെങ്കിലും ഒരു സംഖ്യ ഉണ്ടാവും. കുറഞ്ഞത് നമുക്ക് എന്തായാലും 5 രൂപ എന്തെങ്കിലും കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ 5 രൂപ അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള മറ്റേതെങ്കിലും എമൗണ്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ 200, 300, 400, 500 കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ 1, 2, 3 അങ്ങനെ ഓരോരാളെ റെഫർ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അൺലോക്ക് ആവുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങളൊന്ന് റെഫർ ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ കയ്യിൽ തന്നെ ഒരു 3-4 സിം കാർഡ് ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന മെത്തേഡിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് റെഫർ ഫ്രണ്ട്സ് നൗ എന്നുള്ള ഈ ഒരു ഭാഗം ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടുന്ന് ലിങ്ക് കോപ്പി ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് എവിടെയെങ്കിലും ഈ ഒരു ലിങ്ക് നിങ്ങളൊന്ന് സേവ് ചെയ്ത് വെക്കുക. ഞാൻ ഓൾറെഡി ഇവിടെ ലിങ്ക് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിലവിൽ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇവിടെ നിന്നും അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. അൺഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നേരത്തെ കോപ്പി ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ലിങ്ക് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബ്രൗസർ വഴിയാണ് അത് കണക്ട് ചെയ്യാൻ സാധിക്കാം. ഏതെങ്കിലും ഒരു ബ്രൗസർ സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് ഡയറക്റ്റായിട്ട് പോകുന്നത് നിങ്ങളുടെ പ്ലേ സ്റ്റോറിൻ്റെ അകത്തേക്കായിരിക്കും. പ്ലേ സ്റ്റോറിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യാൻ കാണിക്കും. ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളൊന്ന് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നിങ്ങളൊരു പുതിയൊരു നമ്പർ വെച്ചിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ നേരത്തെ വെരിഫൈ ചെയ്തതുപോലെ തന്നെ മൊബൈൽ നമ്പർ കൊടുക്കുക, OTP കൊടുക്കുക, മറ്റുള്ള ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ട് ഡണ്ണ് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ് നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുകിൽ ഈ ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യുക, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ആപ്ലിക്കേഷൻ മാനേജർ ഓപ്പൺ ചെയ്യുക. അതിൽ നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുക. ഇവിടെ കാണുന്നുണ്ട് ക്യൂ ജോബ്സ്. ഇയാൾ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഫോഴ്സ് സ്റ്റോപ്പ് കാണാൻ സാധിക്കും. ഈ ഒരു ഭാഗം ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ സ്റ്റോറേജ് എന്നുള്ള ഭാഗത്ത് സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഡാറ്റയും ക്യാച്ചും ഇവിടെ നിന്നും ക്ലിയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ കാണിച്ചതുപോലെ തന്നെ നമുക്ക് പുതുതായിട്ട് സൈൻ ഇൻ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ തന്നെയായിരിക്കും വരുന്നത്. അതായത് മൊബൈൽ നമ്പർ കൊടുത്തിട്ട് വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു മൊബൈൽ നമ്പർ നിങ്ങൾ കൊടുക്കുക.
അതിനുശേഷം നിങ്ങളതൊന്ന് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നേരത്തെ കണ്ടതുപോലെ തന്നെ ഇതുപോലൊരു ഇൻ്റർഫേസാണ് കാണാൻ സാധിക്കുക. നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ആ ഒരു റെഫറൽ കോഡ് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ എൻ്റെ റെഫറൽ കോഡ് വെച്ചിട്ട് ഞാൻ മറ്റൊരു നമ്പർ വെരിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഏൺ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു ഓപ്ഷൻ ഇവിടെ മാറി വന്നിട്ടുണ്ട്. കാരണം എൻ്റെ ഈ ഒരു റെഫറൽ കോഡ് വെച്ചിട്ട് ഞാൻ മറ്റൊരു മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റൊരു ഫോണിൻ്റെ അകത്ത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളൊരു റെഫറൽ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു 100 മാറിയിട്ട് ഇവിടെ അൺലോക്ക് ആയിട്ട് മാറിയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കാണാൻ സാധിക്കും സ്ക്രാച്ച് നൗ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ. നമുക്ക് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് കാണാം കൺഗ്രാറ്റുലേഷൻസ്. ഈ ഒരു ഭാഗം ഞാൻ ഇവിടെ ഒന്ന് സ്ക്രാച്ച് ചെയ്യാണ്. ഇവിടെ നമുക്ക് 5 രൂപ ലഭിച്ചിട്ടുണ്ട് ആദ്യത്തെ റെഫറലിനകത്ത്. അപ്പോൾ ഞാനിവിടെ താഴെയായിട്ട് കാണുന്ന ക്ലൈം നൗ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാണ്. ക്ലൈം നൗ ഓപ്ഷൻ ഞാനിവിടെ സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്കിവിടെ UPI അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ UPI ID കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ കൊടുക്കാം. ഞാൻ എന്തായാലും ഇവിടെ UPI ID കൊടുക്കുന്നുണ്ട്. എൻ്റെ Paytm നമ്പറാണ് കൊടുക്കുന്നത്. എൻ്റെ Paytm വാലറ്റ് ID ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴെയായിട്ട് കാണുന്ന കളക്ട് മണി എന്നുള്ള ഭാഗം ഞാനിവിടെ സെലക്ട് ചെയ്തു. ഒരു OTP നമ്മുടെ മൊബൈലിലേക്ക് വരുന്നതായിരിക്കും. OTP ഞാനിവിടെ എൻ്റർ ചെയ്തു. അതിനുശേഷം താഴെയായിട്ട് കാണുന്ന വെരിഫൈ ആൻഡ് കളക്ട് എന്നുള്ള ഈ ഒരു ഭാഗം ഞാനിവിടെ സെലക്ട് ചെയ്തു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും മണി കളക്റ്റഡ്. ATMൽ നമുക്ക് ആ ഒരു എമൗണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നിങ്ങൾ വിഡ്രോ ചെയ്യേണ്ടത്. വിഡ്രോ ചെയ്തതിന് ശേഷം വീണ്ടും ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഏൺ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ 5 രൂപ എനിക്ക് വന്നിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ടിൽ ഓൾറെഡി അത് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. വീണ്ടും അടുത്ത ഓപ്ഷൻ കാണാൻ സാധിക്കും ഒരു റെഫറൽ കൂടി ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ അപ് ടു 200 രൂപ വരെ മറ്റൊരു ക്യാഷ് ബാക്ക് എനിക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം നിങ്ങൾ റെഫർ ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ കയ്യിൽ നമ്പർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ റെഫർ ചെയ്യാൻ നോക്കുക. തീർച്ചയായിട്ടും 100% ആയിട്ട് നിങ്ങൾക്ക് എമൗണ്ട് ലഭിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ലിങ്ക് മാത്രം നിങ്ങൾ ഷെയർ ചെയ്യുക. എന്നാൽ മാത്രമേ ഇതുപോലെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ സാധിക്കത്തുള്ളൂ. വീഡിയോയുടെ ലെങ്ത് കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യുന്നതും വീണ്ടും രജിസ്റ്റർ ചെയ്യുന്നതൊക്കെ കാണിക്കാതിരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്.